ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ KFC ചിക്കൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള KFC ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കണം. അതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്കും നമ്മളെ ബട്ടർ മിൽക്ക് റെഡി ആയിക്കോളും. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 6 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കുത്തി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ആ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊരു ചുരുങ്ങിയതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നെങ്കിലാണ് നമ്മളെ ചിക്കന് നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ ഞാൻ ആ 1 കപ്പ് മൈദ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഡിപ്പ് ചെയ്യാനായിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ ഇവിടെ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു മിക്സിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിപ്പിലിട്ടിട്ടും നല്ലോണം പൊതിഞ്ഞെടുക്കണം ചിക്കനെ. അപ്പം നമ്മൾ ചിക്കൻ ഡിപ്പ് ചെയ്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം എപ്പോഴും ഫ്ലെയിം ഇടാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്ത് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒട്ടും എണ്ണൊന്നും കുടിക്കാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു ട്രിപ്പും കൂടിയും ചിക്കൻ ഇട്ട് കൊടുക്കുക.
ക്രിസ്പി ആൻഡ് സ്മൂത്തി ആയിട്ടുള്ള KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.